നമ്മോടൊപ്പം ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ MP സുരേന്ദ്രൻ കൂടിയുണ്ട്. ബേണി തുടരുന്നുണ്ട്. ഒപ്പം നമ്മുടെ പ്രതിനിധികളും ഉണ്ട്. നമുക്ക് ആദ്യം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. ശ്യാമപ്രസാദ് ഉത്തമനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്യാം, ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? 8 മണിക്കാണ് പൊതുദർശനം ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. നാളെ 3:30 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? അഭിലാഷേ, അല്പസമയം കൂടി കഴിയുമ്പോൾ അമല ആശുപത്രിയിൽ നിന്നും ജയചന്ദ്രൻ്റെ ഭൗതിക ശരീരം ഇങ്ങോട്ട് ഈ പൂങ്കുന്നത്തെ ഈ വീട്ടിലേക്ക് എത്തും. നമുക്ക് ഈ പൂങ്കുന്നത്തെ വീട് കാണാം. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടാണ്. ഇവിടെയാണ് ഈ 2 മണിക്കൂർ നേരം ഏകദേശം 10 മണി വരെ, 8 മണി തൊട്ട് 10 മണി വരെ പൊതുദർശനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വളരെ പരിമിതമായൊരിടമാണ്. ആ മുറിക്കകത്ത് മറ്റ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഇവിടെ ഈ വീട്ടിൽ കാണാൻ വരുന്ന ആളുകൾക്കും ഒക്കെയാണ് പ്രവേശനമുള്ളത്. അതിനുശേഷം പിന്നീട് 10 മണിയോടുകൂടി സംഗീത നാടകം അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പൊതുദർശനം. അവിടെയാണ് മറ്റ് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ എത്തിച്ചേരുക. അവിടെ നിന്ന് ഏകദേശം പിന്നീട് വീണ്ടും ഈ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം നാളെയോടുകൂടിയാണ് പാലിയത്തെ ഈ തറവാട്ടിലേക്ക് ഈ പറയുന്ന പാലിയം കൊട്ടാരത്തിൻ്റെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുക. നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളും മറ്റുമൊക്കെ ഉണ്ട്. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. ഈ ഭാവഗായകനുമായിട്ടുള്ള ആ ഒരു അടുപ്പം അത് എങ്ങനെയാണ്? നമസ്കാരം, എൻ്റെ പേര് ജിതേന്ദ്രൻ എന്നാണ്. ഞാനിവിടെ അടുത്ത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1 മാസം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, കുറേ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പഴയ ഗാനങ്ങളും, അതായത് 70കളിലെ 80കളിലെ പിന്നെ 90കളിലെയൊക്കെ ലളിതഗാനങ്ങളും അതുപോലെ സിനിമാ ഗാനങ്ങളും ഭക്തി ഗാനങ്ങളൊക്കെ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒന്നും എനിക്ക് പാടാൻ കഴിയില്ല. കാരണം അദ്ദേഹം ലെജൻഡാണ്. നമുക്ക് മലയാള സിനിമയ്ക്ക് മാത്രമല്ല മറ്റുള്ള എല്ലാ ഭാഷകൾക്കും ഒരു വലിയൊരു ലെജൻഡിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കാരണം ഇന്നലത്തെ ആ വാർത്ത കേട്ടിട്ട് എനിക്ക് ഇപ്പോഴും ശബ്ദം ഇപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ കരയുന്നില്ല എന്നേ ഉള്ളൂ. വോയിസ് ഇപ്പോഴും ഡ്രൈ ആണ്. ജയന്തൻ മാഷിന്റെ ശിഷ്യനാണെന്ന് പറയുന്നു. അപ്പോൾ ഒരുമിച്ച് പാടാൻ പറ്റും? തീർച്ചയായും. അതെ. ഞാനൊരു സ്റ്റേജ് പ്രോഗ്രാമിൽ എൻ്റെ നാട്ടിൽ തന്നെ പാട്ടുത്സവം, നിലമ്പൂർ പാട്ടുത്സവത്തിൽ വെച്ചിട്ട് അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ഞാനൊരു മോഹം കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശേഷം കാഴ്ചയിലെന്ന് പറഞ്ഞ ആ സിനിമയിലൊരു ഗാനം അന്ന് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ പോലെ നമുക്ക് പാടാൻ കഴിയില്ല. എന്നാലും അതിൻ്റെ ഒരു പോയിന്റ് വേണമെങ്കിലും പാടാൻ പറ്റിയ വലിയ ഭാഗ്യം അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ നമുക്ക് ഒരു വലിയൊരു ഗായകനെയല്ലേ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇനിയും പാട്ടുകൾ അത് പാടാൻ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോഴും ആ ശബ്ദത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോളേജ് പഠിക്കുന്ന ഒരു കുട്ടികൾക്ക്, ഇപ്പോൾ ഒരു 17, 18, 20 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് യോജിക്കും എന്നാണ് പല വലിയ സംഗീത സംവിധായകർ പറയുന്നത്. കാരണം ഇപ്പോഴും ശബ്ദത്തിന് യാതൊരു മാറ്റവും. പിന്നെ കാലം കടന്നോറും ഹെൽത്ത് വൈസ് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാം, പക്ഷേ ശബ്ദത്തിന് മാറ്റമില്ല. എപ്പോഴാണ് നേരിട്ട് കാണാൻ കഴിഞ്ഞത്? 1 മാസം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കും. ഇവിടെ രാവിലെ നടക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഇടയ്ക്ക് കാണുമ്പോഴും നല്ലൊരു സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റവും ഞാനും ആ ഒരു ബഹുമാനത്തോടുകൂടിയുള്ള അദ്ദേഹം വലിയൊരു ലെജൻഡാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു ലെജൻഡ് എന്ന ആ ഒരു വലിയൊരു ഗായകൻ എന്ന രീതിയിലുള്ള അതൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹത്തോടുകൂടിയുള്ള പല ടിപ്സ് പറഞ്ഞു തരലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.